യു.ഡി.എഫും സതീശനും അധികാരത്തിൽ വന്നു. ബി.ജെ.പി ഡിമാൻഡുമായി രംഗത്ത് വന്നു തുടങ്ങി. കേരളത്തിൽ ആഞ്ഞടിച്ച യു.ഡി.എഫ് ട്രെൻഡിൽ വിരിഞ്ഞ 3 താമരകളിൽ ഒന്നാണല്ലോ കഴക്കൂട്ടത്തെ താമര. വി മുരളീധരൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സതീശന് മുന്നിലേക്ക് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിങ്ങൾ കേൾക്കണം. ഇത്രയും കാലം ഭരണത്തിലേറിയവർ നാട് നീളെ നടന്ന് ജനങ്ങളോട് പറഞ്ഞത് പിണറായി വിജയനും ബി.ജെ.പിയും വലിയ അന്തർധാരയിലാണ്, അവർ പരസ്പരം ചങ്ങാത്തത്തിലൊക്കെ ആയിരുന്നു എന്നായിരുന്നു ഇവരുടെ നുണപ്രചരണം. ആ നുണപ്രചരണം നടത്തുമ്പോൾ കേരളത്തിലെ ബി.ജെ.പി നേതാവായിട്ടുള്ള വി മുരളീധരൻ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്ന ഈ ആവശ്യം ഒന്ന് കേട്ടെ. ആചാര സംരക്ഷണത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കാളികളായവരും ആയകാത്തവരുമൊക്കെ ആയിട്ടുള്ള നിരവധി പേർക്കെതിരായിട്ട് നൂറുകണക്കിന് കേസുകൾ ഇപ്പോഴും കേരളത്തിലെ വിവിധ കോടതികളിൽ നിലവിലുണ്ട്. അന്ന് ബി.ജെ.പിയുടെ സമരത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട്, കെ സുരേന്ദ്രനെതിരായിട്ട് സംസ്ഥാനത്തിലെ വിവിധ കോടതികളിലായിട്ട് നിരവധി കേസുകളുണ്ട്. 100, 150, 200 കേസുകൾ. അപ്പോൾ അത്രയും കേസുകൾ ഒരാൾക്കെതിരായിട്ട് ഒരു പകപോക്കൽ സമീപനത്തിന്റെ ഭാഗമായിട്ട് എടുക്കുകയാണ് അന്നുണ്ടായത്. ഈ കേസുകൾ പിൻവലിക്കണം എന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരത്തിലുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായിട്ട്, പുതിയ സർക്കാർ ചുമതല എടുത്തു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേട്ടല്ലോ, വി മുരളീധരന്റെ പേരിലുള്ള കേസുകൾ അത്രയും പിൻവലിക്കണം. എത്രയാ കേസ്? 100-200 കേസ് പിണറായി സർക്കാർ കെ സുരേന്ദ്രന്റെ പേരിൽ ചുമത്തിയിരിക്കുകയാണത്ര. ശ്രദ്ധിക്കണേ, ചങ്ങാത്തത്തിന്റെ ഭാഗമായിട്ട് ബി.ജെ.പി നേതാവിന് 200-ൽ പരം കേസ്. ഒന്ന് ആലോചിക്കണം. ഇനി വരാൻ പോകുന്ന 5 വർഷം ഏതെങ്കിലും ഒരു ബി.ജെ.പി നേതാവിന് ഈ ദുർഗതി വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ചങ്ങാത്തം ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച് മോഡി ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഈ കേസെല്ലാം വിഡ്രോ ചെയ്യില്ലായിരുന്നു. അപ്പോ ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്, ബി.ജെ.പി നേതാക്കന്മാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്, വലിയ ആത്മബന്ധവും അടുപ്പവും ചങ്ങാത്തവും സൂക്ഷിച്ചിരുന്ന വ്യക്തി പിൻവലിച്ചില്ല. പക്ഷെ ഇപ്പൊ പിൻവലിക്കണം. യു.ഡി.എഫ് അധികാരത്തിൽ വന്നതേ ഉള്ളൂ. പിണറായി സർക്കാർ സംഘപരിവാർ നേതാക്കന്മാർക്കെതിരെ വാലുപൊക്കിയ സന്ദർഭങ്ങളിലെല്ലാം ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പിൻവലിക്കുമെന്ന് അവർക്കറിയാം. കാര്യം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എം.ജി. കോളേജിലെ ABVP നേതാക്കന്മാർ ഒരു SIയുടെ കാല് ബോംബെറിഞ്ഞ് തകർത്ത കേസ് പിൻവലിച്ചു കൊടുത്ത ചരിത്രം അവരിലുണ്ട്. പ്രവീൺ തൊഗാഡിയുടെ കേസ് പിൻവലിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഡീലുകളൊക്കെ നടപ്പാക്കി കൊടുത്തതുകൊണ്ട് നമ്മുടെ ഈ ആവശ്യം ചൂടോടെ അങ്ങ് നടപ്പാക്കിയെടുക്കാൻ അദ്ദേഹം പരസ്യമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം എവിടെയെങ്കിലും ഒരിടത്ത് സുരേന്ദ്രനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിണറായി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ആവശ്യം ഉന്നയിച്ചിരുന്നു? ഇല്ലല്ലോ. അപ്പോ ഇനി ആ കേസൊക്കെ പിൻവലിക്കണം. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ നേട്ടം വന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കണമെന്നുള്ള ആവശ്യം പരസ്യമായി ഉന്നയിക്കുമ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് ഇനിയെങ്കിലും തലയ്ക്ക് വെളിവുള്ളവർക്ക് ആലോചിക്കാവുന്നതാണ്. വരും കാലങ്ങളിൽ വോട്ട് ചെയ്തവർക്കെല്ലാം കൈ നിറയെ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും യു.ഡി.എഫ് വന്നപ്പോ ബി.ജെ.പിക്കാർ വലിയ പ്രതീക്ഷയിലാണ്. പിണറായി സർക്കാർ ഈ നാട്ടിൽ അവരെ തല പൊന്താൻ അനുവദിക്കാതെ കേസുകളിൽ കുടുക്കിയ ആ സാഹചര്യം അവസാനിച്ചിരിക്കുന്നു. ആ കേസുകളെല്ലാം പിൻവലിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സതീശൻ സർക്കാരിനോട് അവർ പരസ്യമായി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം. ഡീലേ അല്ല, ഇതൊക്കെ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം.